ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ M3 ടെക് എപ്പോക്സി റഷ്യൻ ആർട്ട് ഓരോ ദിവസങ്ങളിലും ഓരോ വീഡിയോസ് പലപ്പോഴും പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം ഇന്ന് നമ്മൾ കാണുന്നത് എപ്പോക്സി ഫ്ലോറിംഗ്, എപ്പോക്സി 3D ഫ്ലോറിംഗ്, എപ്പോക്സി മെറ്റാലിക് ഫ്ലോറിംഗ്, എപ്പോക്സി സിംഗിൾ ഫ്ലോറിംഗ് എന്ന് പറയുമ്പം സിംഗിൾ കളറാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, എപ്പോക്സി കൊണ്ട് ഫ്ലോറിംഗ് ചെയ്യുമ്പം അതിനുള്ള നല്ലൊരു ബെനിഫിറ്റായ ഒരു ഫൈബർ ക്ലാസ് ആയിട്ടാണ് എപ്പോക്സിങ് ഫ്ലോർ മാറുന്നത്. മാക്സിമം ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് നിങ്ങൾ ലാസ്റ്റായിട്ട് കാണിച്ച എപ്പോക്സിങ് ഫ്ലോറിംഗ്. അപ്പം നമുക്ക് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഫർണിച്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ എപ്പോക്സിങ് ഫ്ലോറിംഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള നമുക്ക് സൈഡിലെ വീഡിയോസോട് കൂടി തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എപ്പോക്സിങ് ഫ്ലോറിംഗ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ഫ്ലോറിംഗ് നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്യുകയും സ്പ്രിറ്റ് ലെവലിൽ തന്നെ കറക്റ്റായ ലെവലിൽ പക്കായിട്ട് വളരെ ഭംഗിയായിട്ട് കൂടി നീറ്റായിട്ട് ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ലെവലിലാണ് നമുക്ക് ഫ്ലോറിങ്ങിൻ്റെ ലെവൽ വേണം. അതിന് മുകളിൽ നമുക്ക് 3 mm തൊട്ട് മുകളിലോട്ട് എത്ര mm വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറയുമ്പം ആൾക്കാരിന് വളരെ കൂടുതലാണ് തോന്നുന്നു. മറ്റുള്ള മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ചെയ്യുമ്പം കമ്പയർ ചെയ്ത് കണക്ക് കൂട്ടി വരുമ്പം എപ്പോക്സി 3D ഫ്ലോറിംഗ് ലൈഫ് ലോങ് ആണ്, വാട്ടർ പ്രൂഫ് ആൻഡ് അണുബാധ, ഫയർലെസ്, ഇലക്ട്രിക്കൽ ഷോക്ക് ലെസ്, സേഫ്റ്റിയോട് കൂടിയാണ് എപ്പോക്സിങ് ഫ്ലോറിംഗ് ഓരോ ബിൽഡിങ്ങിലും ഇരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ചിലർ പറയുന്ന വലിയ ഹൈ ലെവൽ റേറ്റാണ് ഇത് എപ്പോക്സിൻ്റെ. അതിനോ അത് അത്രയും മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് കുറവായിട്ട് വരത്തുള്ളൂ. ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിക്കുന്നത് പറയുന്നില്ല, ബാക്കിയുള്ള മെറ്റീരിയൽസ് പറയാതെ പറയുക. മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ എപ്പോക്സി ഫ്ലോർ മെറ്റീരിയൽസിൻ്റെ വർക്കിംഗ് കുറവാകുകയും അത് കാണാൻ വളരെ മനോഹരവും ഭംഗിയായിട്ടുള്ള ഫ്ലോറിങ് ആയിട്ടുള്ള തീരും. അപ്പോൾ നിങ്ങൾ പലരും എപ്പോക്സിങ് ഫ്ലോറിങ് കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ല കണ്ടിട്ടുണ്ടോ ഇല്ല അത് കാണാതിരിക്കുക. ചില വീഡിയോസിലും പല രീതിയിൽ യൂട്യൂബിൽ നമ്മൾ തന്നെ അത് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ്. മാക്സിമം എപ്പോക്സിങ് ഫ്ലോർ വളരെ ഗുണമുള്ളത് വാട്ടർ പ്രൂഫും. ഒരു ബാത്റൂം തന്നെ ചെയ്യുമ്പം അതിൻ്റെ വാട്ടർ പ്രൂഫാണ്. എന്താണെന്ന് വെച്ചാൽ ഏതൊരു രീതിയിലും സെക്കൻഡ് ഫ്ലോറൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബാത്റൂമുകളിൽ ലീക്കേജ് കാണും. നമുക്ക് എപ്പോക്സി കൊണ്ട് ചെയ്യുമ്പം ലീക്കിൻ്റെ പ്രശ്നങ്ങൾ തീരും, അതിനൊരു സൊല്യൂഷൻ കാണാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോക്സി 3D ഫ്ലോറിങ് ചെയ്യുന്ന പോലെ 3D വാൾ ചെയ്യുമ്പം കുറേ താമസം എടുക്കും, കുറേ വർക്കിംഗ് ടൈമിങ് ജാസ്തി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലിക്വിഡ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യും, അതിനൊരു ടൈമിംഗ് എടുത്ത് ചെയ്യാനുള്ള ടൈമിംഗ് ഒക്കെ ഉണ്ട്. അത് ഒരുപാട് സമയം എടുക്കും. പക്ഷേ ചെയ്തു പോയാൽ എന്നേക്കുമായി ലൈഫ് ലോങ് ആയിട്ടുള്ള വാൾ മാറും. ഇപ്പോൾ എപ്പോക്സിങ് പെയിൻറ്റിങ് വരെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എപ്പോക്സി പെയിൻറ്റിങ്ങിന് വാൾ പെയിൻറ്റിങ് ഒറ്റ പ്രാവശ്യം ബിൽഡിങ് ചെയ്യുമ്പം ഒരു കുറഞ്ഞത് ഒരു 100 കൊല്ലമായാലും അത് അങ്ങനെ തന്നെ ഇരിക്കും, ഗ്ലാസ് ആയിട്ട് മാറുന്ന കാരണം കൊണ്ട്. പിന്നെ അത് അതിനകത്ത് ഇരിക്കുന്ന പ്ലാസ്റ്ററിങ്ങിനും കേടുപാട് വരത്തില്ല, പൊട്ടൽ വീഴത്തില്ല. അല്ലാതെ പല രീതിയിലുള്ള ബെനിഫിറ്റ്. വാട്ടർ പ്രൂഫാണ്, എന്നുവെച്ചാൽ വെള്ളം പോലും അകത്ത് വലിഞ്ഞ് കയറാതെ രീതിയിൽ. അത് കൂടുതൽ ഈർപ്പം ഉള്ളിടത്ത് പുതിയ ബിൽഡിങ്ങുകളിൽ അത് നല്ല രീതിയിൽ പ്ലാസ്റ്ററിങ് ഡ്രൈ ആയിട്ടാണ് ഇത് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ചെയ്ത് കഴിയുമ്പോൾ ലൈഫ് ലോങ് ആണ്. ഇപ്പം 10 കൊല്ലം കൂടുമ്പം 5 കൊല്ലം കൂടുമ്പം ഇങ്ങനെയൊക്കെ ഉള്ള പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം. പിന്നെ ഇടയ്ക്ക് കഴുകുകയോ പൊടി പിടിക്കുകയോ തുടയ്ക്കുകയോ ഒക്കെ ചെയ്താൽ വളരെ ഗ്ലാസ് അങ്ങനെ തന്നെ ഫൈബർ ഗ്ലാസ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ ഒത്തൊരു ഗുണം. അതുപോലെ തന്നെ തറയും നമുക്ക് വളരെ ബെനിഫിറ്റായാണ്. നമ്മൾ ഈ സൈഡിൽ നാം സംസാരിക്കുമ്പോൾ ഇതിനെ ചെയ്യുന്ന രീതിയും അത് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ വളരെ ഡ്രൈ ആയിരിക്കണം, ഈർപ്പം പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ബിൽഡിങ്ങിൻ്റെ വളരെ ഗുണമുള്ള കാര്യങ്ങളായിട്ട് ചെയ്യുന്നത്.
അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓരോ കണ്ടൻറ്റും നമ്മൾ പുതിയതായിട്ടുള്ള ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതേക്കുറിച്ച് പഠിക്കുന്നവർക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എപ്പോക്സിയെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ആകും. അല്ലാതെ ഇടയ്ക്ക് ഇതുപോലത്തെ നമുക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നതായിട്ട് നമ്മൾ നല്ല കണ്ടൻറ്റുമായിട്ട് വരും. അപ്പോൾ ഒരുപാട് പ്രയോജനമുള്ള വീഡിയോ ആയിട്ട് മാറട്ടെ. നിങ്ങളിത് കണ്ട് തന്നെ മനസ്സിലാക്കുക എപ്പോക്സി എന്ന് പറഞ്ഞാൽ എന്തുവാ. അപ്പോൾ 3D ഫ്ലോറിങ്ങിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, അതിൻ്റെ ലെങ്ത്ത് പോകും. അപ്പോൾ അടുത്ത് ഒരു അപ്ലോഡ് ചെയ്യുമ്പം ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോക്സിയിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഉള്ള കാലം പിന്നെ വരും കാലങ്ങളിൽ ഇത് തന്നെ ട്രെൻഡ്. അപ്പം ഇതിൽ ഞാൻ ഈ വീഡിയോ സൈഡിൽ കാണിക്കുന്നതിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇത് കാണുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അടുത്തടുത്ത് അപ്ലോഡ് ആകും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ക്ലോക്കും കാര്യങ്ങളും ക്രാഫ്റ്റ് വർക്കും എപ്പോക്സി 3D ഫ്ലോറിങ് ആൻഡ് ഫർണിച്ചേഴ്സ് ഐറ്റംസ് കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് ഉൽപ്പാദിക്കുന്നതും നമ്മൾ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വേണ്ട മെറ്റീരിയൽ തീർച്ചയായിട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ലിങ്ക് എടുത്ത്. അപ്പോൾ വീഡിയോ കാണാത്തവർ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള മനസ്സിലാകത്തുള്ളൂ. മാക്സിമം നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ ശ്രദ്ധിക്കപ്പെടത്തില്ല. എന്താണെന്ന് വെച്ചാൽ കാണത്തില്ല, കാണാനുള്ള ആൾക്കാർ കാണത്തില്ല. അപ്പം ഇത് പഠിക്കുന്നവർ എല്ലാ വീഡിയോയിലും പറയുന്നത് പഠിക്കുന്നവർ മാത്രമേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രയോജനമുള്ള വീഡിയോ ആണെങ്കിൽ വീണ്ടും പറയാം, ഒരു ലൈക്കെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമില്ല ഇതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. മറ്റുള്ള വീഡിയോ കാണാം. താങ്ക്സ്.